Hello, good morning all. Today's our topic is Air Corporation Act 1953. Air Corporation Act 1953. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം എന്തൊക്കെയാണ് നടന്നത്, എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഏതൊരു ആക്ട് ആയാലും അത് ആദ്യം പാർലമെൻറ്റിൽ പാസ്സാക്കണം. അത് കഴിഞ്ഞ് അതിന് രാഷ്ട്രപതിയുടെ അനുമതി വേണം. അത് കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു ആക്ട് പ്രാബല്യത്തിൽ വരുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന എയർ കോർപ്പറേഷൻ ആക്ടിൻ്റെ കാര്യങ്ങളും. അപ്പോൾ 1953 മാർച്ചിലാണ് ഈ ഒരു ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കുന്നത്. ഇതിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുന്നത് 1953 മെയ് 28 എന്നിട്ട് ഈ ഒരു ആക്ട് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ പുതിയൊരു കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. ആ പുതിയ കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1953 ഓഗസ്റ്റ് 1 ആയിരുന്നു. അപ്പോൾ ഇനി ഈ ആക്ടിനെ കുറിച്ചിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു എയർ കോർപ്പറേഷൻ ആക്ട് 1953 വഴി നമ്മൾ ഇന്ത്യയിൽ ആ ഒരു സമയത്ത് നിലവിലുണ്ടായിരുന്ന കുറച്ച് എയർലൈൻ കമ്പനികളെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്ത് അതിനെ നമ്മൾ നാഷണൽ കാരിയറാക്കി അല്ലെങ്കിൽ പബ്ലിക് എയർലൈൻസ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. ആ ഒരു കാര്യങ്ങളാണ് ഈ എയർ കോർപ്പറേഷൻ ആക്ട് 1953 പറയുന്നത്. അപ്പോൾ അന്ന് 1953 ഈ ഒരു ആക്റ്റൊക്കെ പാസ്സാവുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ 8 എയർലൈൻ കമ്പനികളാണ് ഉണ്ടായിരുന്നത്. ആ 8 എയർലൈൻ കമ്പനികളും ഡൊമസ്റ്റിക് സർവീസസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ 8 എയർലൈൻ കമ്പനികളെയും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അക്വയർ ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു 8 കമ്പനികളെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു. അപ്പോൾ ഈ 8 എയർലൈൻ കമ്പനിക്കും കൂടിയിട്ട് കുറേ ഫ്ലൈറ്റുകൾ ഉണ്ടാവും. ആ ഫ്ലൈറ്റുകളെല്ലാം നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിട്ട് അതിനെ 2 പുതിയ കോർപ്പറേഷൻസ് ആക്കി മാറ്റി. നമ്മുടെ എയർ ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ നന്നായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അതിനെ 2 കോർപ്പറേഷൻസ് ആക്കി മാറ്റി. അത് ഒരു കോർപ്പറേഷൻ്റെ പേര് എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ എന്നും രണ്ടാമത്തെ കോർപ്പറേഷൻ്റെ പേര് ഇന്ത്യൻ എയർലൈൻസ് എന്നാണ് ആക്കിയത്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഓണർഷിപ്പിലുള്ള 2 പുതിയ ഫ്ലൈറ്റ് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അന്ന് വരെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന 8 എയർലൈൻ കമ്പനികളെയും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിട്ട് അതിനെ നമ്മൾ നാഷണലൈസ് ചെയ്തു, 2 പുതിയ കോർപ്പറേഷൻസ് ആക്കി മാറ്റി. ഒരു കോർപ്പറേഷൻ്റെ പേര് എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ, രണ്ടാമത്തെ കോർപ്പറേഷൻ്റെ പേര് ഇന്ത്യൻ എയർലൈൻസ്. അപ്പോൾ എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ സർവീസസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ എന്ന പേരിലുള്ള ഫ്ലൈറ്റുകളല്ല നമ്മൾ യൂസ് ചെയ്തത്. ഇനി രണ്ടാമത്തെ കോർപ്പറേഷൻ്റെ പേര് ഇന്ത്യൻ എയർലൈൻസ് എന്നായിരുന്നു. ആ ഇന്ത്യൻ എയർലൈൻസ് എന്ന പേരിലുള്ള ആ ഒരു ഫ്ലൈറ്റുകളെല്ലാം നമ്മൾ ഡൊമസ്റ്റിക് സർവീസസിന് വേണ്ടിയിട്ടാണ്, അതായത് ട്രാവൽ വിത്തിൻ അവർ കൺട്രി, നമ്മുടെ ഇന്ത്യക്കുള്ളിൽ മാത്രം സർവീസസ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ എയർലൈൻസ് എന്നുള്ള ആ ഒരു ഫ്ലൈറ്റുകൾ യൂസ് ചെയ്തത്. അപ്പോൾ അതുവരെ 1953 വരെ ഈ ഒരു ആക്ട് പാസ്സാവുന്ന സമയം വരെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന 8 എയർലൈൻ കമ്പനികൾ ഉണ്ടായിരുന്നു. ആ 8 എയർലൈൻ കമ്പനികളും ഡൊമസ്റ്റിക് എയർലൈൻ കമ്പനികളായിരുന്നു. ആ 8 എയർലൈൻ കമ്പനികളെയും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്ത് അതിനെ നാഷണലൈസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് എയർലൈൻസ് ആക്കി മാറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാഗ് കാരിയേഴ്സ് ആക്കി മാറ്റി. അങ്ങനെ മാറ്റുന്ന സമയത്ത് അത് 2 പേരിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് രണ്ടും കൊണ്ടുവന്നത്. ഒന്ന് എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ എന്ന പേരിലും മറ്റൊന്ന് ഇന്ത്യൻ എയർലൈൻസ് എന്ന പേരിലും. അങ്ങനെ 2 പുതിയ എയർ കോർപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ 1953 പാസ്സായ എയർ കോർപ്പറേഷൻ ആക്ട് പ്രകാരം അന്ന് നിലവിലുണ്ടായിരുന്ന ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന 8 എയർലൈൻ കമ്പനികളെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുകയും ആ 8 എയർലൈൻ കമ്പനികളിൽ ഉണ്ടായിരുന്ന എയർലൈൻസിനെ നമ്മൾ 2 എയർ കോർപ്പറേഷൻസ് ആക്കി മാറ്റുകയും ചെയ്തു. ഒന്ന് ഇൻ്റർനാഷണൽ സർവീസസിന് വേണ്ടിയിട്ടും ഒന്ന് ഡൊമസ്റ്റിക് സർവീസസിന് വേണ്ടിയിട്ടും. ഇനി അന്ന് നിലവിലുണ്ടായിരുന്ന 8 എയർലൈൻ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ഫസ്റ്റ് വൺ പറയുന്നത് എയർ ഇന്ത്യ. എയർ ഇന്ത്യ എന്ന പേരിൽ അന്നും നമുക്ക് ഒരു എയർലൈൻ കമ്പനി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ആദ്യം നിലവിൽ വന്നത് ഒരു പബ്ലിക് എയർലൈൻസ് അല്ല,
നമുക്ക് ആദ്യം ഇന്ത്യയിൽ വന്നത് പ്രൈവറ്റ് എയർലൈൻസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓണർഷിപ്പിലുള്ള എയർലൈൻ കമ്പനീസിനെയാണ് നമ്മൾ പ്രൈവറ്റ് എയർലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യം നിലവിൽ വന്നത് പ്രൈവറ്റ് എയർലൈനാണ്. നമ്മുടെ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഓണർഷിപ്പിലുള്ള ടാറ്റ എയർലൈൻസ് ആയിരുന്നു ഇന്ത്യയിൽ ആദ്യം നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യയിലത്തെ ആദ്യത്തെ എയർലൈൻ കമ്പനി എന്ന് പറയുന്നത് ടാറ്റ എയർലൈൻസ് ആണ്. ഈ ടാറ്റ എയർലൈൻസിനെ പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്ത് എയർ ഇന്ത്യ എന്ന പേരിൽ അത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1953 എയർ ഇന്ത്യ എന്ന പേരിൽ നമുക്ക് ഫ്ലൈറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ എയർ ഇന്ത്യ എന്ന പേരിൽ ഫ്ലൈറ്റ് സർവീസസ് അന്ന് നടക്കുന്നുണ്ട്. പക്ഷേ അത് ഡൊമസ്റ്റിക് സർവീസസ് ആയിരുന്നു. ഒപ്പം തന്നെ നമുക്ക് വേറെയും കുറച്ച് കമ്പനികൾ ഉണ്ടായിരുന്നു. ഡെക്കാൻ എയർവേസ്, അതാണ് നമ്മുടെ സെക്കൻഡ് എയർലൈൻ കമ്പനി എന്ന് പറയുന്നത്. ഡെക്കാൻ എയർവേസ്, പിന്നെ എയർവേസ് ഇന്ത്യ, ഭാരത് എയർവേസ്, ഹിമാലയൻ ഏവിയേഷൻ, കലിംഗ എയർലൈൻസ്, ഇന്ത്യൻ നാഷണൽ എയർവേസ്, എയർ സർവീസസ് ഓഫ് ഇന്ത്യ എന്നിങ്ങനെയുള്ള 8 എയർലൈൻ കമ്പനികളെയെല്ലാം ഒന്നിച്ച് അക്വയർ ചെയ്ത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലോട്ട് മാറ്റി, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഓണർഷിപ്പിലോട്ട് മാറ്റി അതിനെ നമ്മൾ പുതിയ 2 കോർപ്പറേഷൻസ് ആക്കി മാറ്റി. എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ ഫോർ ഇൻ്റർനാഷണൽ സർവീസസ് ആൻഡ് ഇന്ത്യൻ എയർലൈൻസ് ഫോർ ഡൊമസ്റ്റിക് സർവീസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എയർ കോർപ്പറേഷൻ ആക്ട് 1953 പറയുന്നത്. ഇത് നമ്മൾ ഒരു ആക്റ്റായിട്ട് കറക്റ്റായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾസും ക്ലോസസും ഒക്കെ ആയിട്ട് വേണം നമുക്ക് ഈ ഒരു ആക്ട് പഠിക്കണമെങ്കിൽ. പക്ഷെ നമുക്ക് ഇത്രയും ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ ഒരു സമ്മറി പഠിച്ചാൽ മതി. അപ്പോൾ എയർ കോർപ്പറേഷൻ ആക്ട് 1953 ഒരു സമ്മറിയാണ് നമ്മൾ ഇവിടെ സത്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആക്ട് നമ്മുടെ പാർലമെൻറ്റിൽ പാസ്സായി, അത് കഴിഞ്ഞ് രാഷ്ട്രപതി അതിന് അനുമതി തന്നു. അതിന് ശേഷം August 1, 1953 നമ്മൾ പുതിയ കോർപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ പുതിയ കോർപ്പറേഷൻസ് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? അന്ന് നിലവിലുണ്ടായിരുന്ന 8 എയർലൈൻ കമ്പനീസിന് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിട്ട് അതിൽ 8 കമ്പനീസിൽ ഒരെണ്ണം നമ്മുടെ എയർ ഇന്ത്യ ആയിരുന്നു. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ അത് ഡൊമസ്റ്റിക് സർവീസസിനാണ് യൂസ് ചെയ്തിരുന്നത്. അന്ന് നിലവിലുണ്ടായിരുന്ന 8 കമ്പനികളും അല്ലെങ്കിൽ 8 എയർലൈൻ കമ്പനികളും നമ്മൾ ഡൊമസ്റ്റിക് സർവീസസിന് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം ഇതിനെ 8 കമ്പനികളും അക്വയർ ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ 2 കോർപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഒന്ന് എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ, മറ്റൊന്ന് ഇന്ത്യൻ എയർലൈൻസ്. ഇത് രണ്ടും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഓണർഷിപ്പിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് കാരിയേഴ്സായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പബ്ലിക് എയർലൈൻസായിട്ട് ഇത് രണ്ടും മാറി. അങ്ങനെ പുതിയൊരു കോർപ്പറേഷൻ നിലവിൽ വന്നു. അങ്ങനെ ഇൻ്റർനാഷണൽ സർവീസസിന് എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഡൊമസ്റ്റിക് സർവീസസിന് വേണ്ടിയിട്ട് ഇന്ത്യൻ എയർലൈൻസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നിലവിൽ നമുക്കറിയാം, ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്ക് ഇന്ത്യൻ എയർലൈൻസ് എന്ന പേരിലൊരു എയർലൈൻ കമ്പനി ഇപ്പോൾ നിലവിലില്ല. നമുക്കുള്ളത് എയർ ഇന്ത്യ ആണ്. എയർ ഇന്ത്യ ഒരു ഫുൾ സർവീസ് കാരിയറായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന പേരിൽ ഒരു ലോ കോസ്റ്റ് കാരിയറും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഇത് രണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നത്. ഇന്ത്യൻ എയർലൈൻസ് എന്ന കമ്പനി ഇപ്പോൾ നിലവിലില്ല. പക്ഷേ ഈ ആക്ട് പ്രകാരം നമുക്ക് ഇന്ത്യൻ എയർലൈൻസും ഉണ്ട്, എയർ ഇന്ത്യ ഇൻ്റർനാഷണലും ഉണ്ട്. അപ്പോൾ ഈ എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ എയർ കോർപ്പറേഷൻ ആക്ട് 1953 എന്ന് പറയുന്നത് എന്താണ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്